മൂന്നാം മോഡി സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ ഏറ്റവും സന്തോഷകരമായ സൂചനയാണ് കേരളത്തെ സംബന്ധിച്ചുള്ളത്. മലയാളികളായ നമുക്കൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിൽ രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാർ ആ രംഗത്ത് വരുന്നു. പ്രത്യേകിച്ച് സുരേഷ് ഗോപി ക്യാബിനറ്റ് മിനിസ്റ്റർ പദവിയിലേക്ക് വരികയാണ്. മലയാളികളായ നമ്മളെല്ലാം ആത്മാഭിമാനത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സുരേഷ് ഗോപിക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളൊരു വലിയ അംഗീകാരമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ സംഘടനാപരമായ ഒരുപാട് ചുമതലകൾ വഹിച്ചിട്ടുള്ള ശ്രീമാൻ ജോർജ് കുര്യന് ലഭിച്ചിട്ടുള്ള ഈ അംഗീകാരവും മലയാളികളായ ആളുകൾക്കും കേരളത്തിലെ BJP ഘടകത്തിനുമൊക്കെ വളരെ സന്തോഷപ്രദമാണ്. അത് കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിനു വേണ്ടി ഒരുപാട് മുന്നോട്ട് പോകാൻ ഈ രണ്ട് മന്ത്രിമാർ സഹായകരവും. അറിയില്ല, ഇപ്പം നമ്മൾ മനസ്സിലാക്കി നിങ്ങളുടെ ദൃശ്യമാധ്യമങ്ങളിലും മറ്റൊക്കെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലൂടെ അദ്ദേഹത്തിന് ക്യാബിനറ്റ് മിനിസ്റ്ററാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നതാണ് നേരത്തെ പ്രചാരണം മന്ത്രി എന്ന രീതിയിലായിരുന്നു, പക്ഷേ ജോർജ് കുര്യൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. അല്ല, അത് പൊതുവെ സാധാരണ രീതിയിൽ നേരത്തെ അൽഫോൺസ കണ്ണന്താനത്തെ കേരളത്തിൽ നിന്ന് മന്ത്രിയാക്കിയിട്ടുണ്ട്. ഒരുപാട് അവസരങ്ങൾ കേരളത്തിന് മോഡി സർക്കാർ ഒറ്റ MP-മാരില്ലാത്ത ഘട്ടത്തിൽ പോലും കേരളത്തിന് ഒരുപാട് അവസരങ്ങൾ മോഡി സർക്കാർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആർക്കെങ്കിലും ആ തരത്തിലുള്ള പരിഗണന ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയുണ്ടായി. അത് തീർച്ചയായും വളരെ അനുഭവ സമ്പത്തുള്ള സംഘടനാപരമായ ഒരുപാട് പാരമ്പര്യമുള്ള ജോർജ് കുര്യനെ തെരഞ്ഞെടുത്തതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷിക്കുകയാണ്. ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കുന്നത് ഒരു കൃത്യമായ സന്ദേശമാണ്, ക്രിസ്ത്യൻ വിഭാഗത്തിനടക്കമുള്ള ഒരു സന്ദേശമാണ്. BJP എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്നു എന്നുള്ളൊരു സന്ദേശമല്ലേ നൽകുന്നത്? എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ക്രൈസ്തവ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ വളരെ നിർലോഭമായ പിന്തുണയാണ് BJPക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ബഹുമാനായ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ അത് വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനൊക്കെ മത്സരിച്ചിട്ടുള്ള മണലൂരിൽ സുരേഷ് ഗോപി വളരെ അത്ഭുതകരമായ രീതിയിലാണ് വിജയം കൈവരിച്ചിട്ടുള്ളത്. അതിലൊക്കെ പരിശോധിക്കുമ്പോൾ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ മത ന്യൂനപക്ഷ വിഭാഗങ്ങൾ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒക്കെയാണ് ഞങ്ങളുമായി ഇടപെട്ടിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ പ്രകടനമാണ്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും എല്ലാ വിഭാഗം ആളുകളെയും അംഗീകരിക്കുന്ന ഒരു നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിർണായകമായത് കുറേയൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു വോട്ടുകൾ കൂടി പ്രധാനമായിരുന്നു. അങ്ങനെയാണ് BJP വിലയിരുത്തുന്നത്. അത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അത് എല്ലാ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്തെ സംഘടന എല്ലാം പ്ലസ് ആഡ് ചെയ്ത് വരികയല്ലേ. അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായും വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ, അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത, അതൊക്കെ വളരെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിട്ടുണ്ടാവും. അതൊക്കെ സ്വാഭാവികമല്ലേ. ഒരു വോട്ടും ഇല്ലാത്ത ആളുകളെ മത്സരിപ്പിക്കുമോ? അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിലുള്ള ആലപ്പുഴയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നേരത്തെ ആറ്റിങ്ങലിലായിരുന്നു, ആലപ്പുഴയിലായിരുന്നു. ഇപ്പോൾ ആലപ്പുഴയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന് ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെ പാർട്ടി എന്തെങ്കിലും കാണുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഞങ്ങളുടെ ലൈനതാണ്. ആരെങ്കിലും ഏതെങ്കിലും നിയോജക മണ്ഡലങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ മത്സരിക്കുകയോ ചെയ്തിട്ടുള്ള ആളുകൾ അതാത് മണ്ഡലങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ്. ശോഭ നല്ല ഫയർ ബ്രാൻഡ് ലീഡറാണ്. ശോഭയുടെ വിജയത്തെ സംബന്ധിച്ച് ഞാൻ കാണുന്ന ഒരുപാട് പ്രത്യേകത, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അകത്തളങ്ങൾ മുഴുവൻ തകർത്താണ് ശോഭ മുന്നോട്ട് പോയത്. ബഹുമാനായ VS അച്യുതാനന്ദൻ്റെ ബൂത്ത്, അതേപോലെ തന്നെ മുൻ മന്ത്രി സുധാകരൻ്റെ ബൂത്ത്, രമേശ് ചെന്നിത്തലയുടെ ബൂത്ത്, ഇതൊക്കെ അതുപോലെ തന്നെ ഈ പൊന്നപ്പറയും വയലാറും ഉൾപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബൂത്തുകളൊക്കെ ശോഭ ലീഡ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ശോഭയുടെ വിജയത്തെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ശോഭ നേടിയിട്ടുള്ള വോട്ട് ഏതാണ്ട് വിജയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അല്ല, അതൊക്കെ പാർട്ടി കേന്ദ്ര ഘടകവും അതുപോലെ തന്നെ ബഹുമാനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ടീമാണ് നിശ്ചയിക്കുന്നത്. അത് സ്ഥലങ്ങൾ പിന്നീട് അറിയാൻ കഴിയുമല്ലോ. അല്ല, അത് അങ്ങനെ ഇതൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെയും അല്ലെങ്കിൽ പാർട്ടിയുടെ ഓൾ ഇന്ത്യ ലീഡർഷിപ്പിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമാണല്ലോ ഇതൊക്കെ വരുന്നത്. അതായത് ഞങ്ങളെല്ലാവരും സന്തോഷവാന്മാരാണ്. കേരളത്തിന് കിട്ടിയിട്ടുള്ള, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ BJPക്ക് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമായിട്ട് ഞങ്ങൾ കാണുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും സന്തോഷപൂർവ്വം അതിനെ സ്വാഗതം ചെയ്യുകയാണ്. നല്ല മികച്ച രീതിയിൽ ഇലക്ഷനൊക്കെ നല്ല രീതിയിലൊക്കെ ഒരു പെർഫോമൻസ് വെച്ചു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പദവി പാർട്ടി, അതിപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, നല്ല ലീഡറാണ്. അതിനപ്പുറമായിട്ട് എന്തെങ്കിലും ഒരു അതിനപ്പുറം എന്താണ് ഉദ്ദേശിക്കുന്നത്? ദേശീയ തലത്തിലേക്ക് എന്തെങ്കിലും കൈരളി ചാനലിൻ്റെ എന്തെങ്കിലും കൊടുക്കാൻ ഐഡിയുണ്ടോ? അത് പാർട്ടി കേന്ദ്രഘടകം പശ്ചാത്തലത്തിൽ സംഘടനാ പുനഃസംഘടന അങ്ങനെ നേതൃമാറ്റം എന്തെങ്കിലും പ്രതീക്ഷിക്കാം? അതൊന്നറിയില്ല. കാരണം അതിനൊക്കെ സംബന്ധിച്ചാലും കേന്ദ്രത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. ബൂത്ത് തലങ്ങൾ മുതൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു പാർട്ടിയാണ്. അതിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അത് ഓൾ ഇന്ത്യ ഘടകങ്ങൾ നിശ്ചയിക്കും. ഇപ്പോൾ ഈ
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എങ്ങനെയാണ് ഇനിയിപ്പോൾ ഒരു സംഘടനാപരമായിട്ട് എന്തെങ്കിലും ഒരു പുതിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുമോ അതോ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും? എങ്ങനെയാണ്? അല്ല, അതിന് പിന്നെ സംഘടനാപരമായ ചുമതലകളെയൊക്കെ സംബന്ധിച്ച് സെൻട്രൽ പാർട്ടി ലീഡർഷിപ്പാണ് നിശ്ചയിക്കുന്നത്. അത് താഴെ ബൂത്ത് തലങ്ങൾ മുതൽ അഖിലേന്ത്യാ തലങ്ങളിൽ വരെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു പാർട്ടിയാണ് BJP. അപ്പോൾ അതിൻ്റെ സംവിധാനങ്ങളുണ്ടാവും. അത് കേന്ദ്ര പാർലമെൻ്ററി ബോർഡും ബന്ധപ്പെട്ട ആളുകൾ ആലോചിച്ച് തീരുമാനമെടുക്കും.